ദുരന്തബാധിത മേഖലയിലേക്ക് വൈദ്യുതി ലഭിക്കാത്തതിനാൽ ചൂരൽമലയിലെ കർഷകരും കച്ചവടക്കാരും ദുരിതത്തിലാണ്. ഫെൻസിംഗ് പോലുള്ള മുൻകരുതലുകൾ ഇല്ലാത്തതിനാൽ ദുരന്ത മേഖലയിൽ ആനശല്യം രൂക്ഷമാണ്. പകൽ സമയങ്ങളിലും പുഞ്ചിരിമട്ടത്ത് മുണ്ടക്കയിലും ആനകളുടെ സാന്നിധ്യമുണ്ട്. പുഞ്ചിരിമട്ടത്ത് നിന്ന് സമീപത്തെ കൃഷിസ്ഥലങ്ങളിലേക്കും റോഡില്ല. ഉരുൾപൊട്ടൽ പ്രഭവ കേന്ദ്രത്തിന് സമീപം താമസിക്കുന്ന 2 ആദിവാസി കുടുംബങ്ങളും ദുരിതത്തിലാണ്. ചൂരൽമല ടൗണിലെ തകർന്ന വ്യാപാര സ്ഥാപനങ്ങളുടെ ഉടമസ്ഥർ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുമില്ല. ദീപക് മോഹൻ നമുക്കൊപ്പം ചേരുന്നു വയനാട്ടിൽ നിന്ന്. ദീപക് മോഹൻ, തുടർച്ചയായി നമ്മൾ അവരുടെ ദുരിതത്തെക്കുറിച്ച് കഴിഞ്ഞ 8 മാസമായി പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോഴും കർഷകർക്കും കച്ചവടക്കാർക്കും വൈദ്യുതി എത്താത്തതിന്റെ ദുരിതമുണ്ട്. ആനശല്യം പകൽ സമയത്ത് പോലും അവിടെ ഉള്ളതിന്റെ ഒരു ദുരിതം എത്രത്തോളമാണ് എന്ന് നമ്മൾ കാണുകയാണ്. നമ്മൾ അവിടേക്ക് എത്തി നോക്കുമ്പോൾ ഇപ്പോൾ അവർ പറയുന്ന ആശങ്കകൾ, അതിൽ ഇനിയും സർക്കാരിന് ബോധ്യപ്പെടേണ്ടതായ കാര്യങ്ങൾ എന്തൊക്കെയാണ് ദീപക്? സുജയ പാർവതി, ചൂരൽമലയിലെ ബെയിലി പാലത്തിന് സമീപമാണ് ഒരു ചായക്കട. ഇവിടെ ചൂരൽമലയിലുള്ള മുൻപ് കോഴിക്കട നടത്തിയിരുന്ന ആളാണ് നിഷാദ്. ഇപ്പോൾ ചായക്കടയായിട്ട് തുടങ്ങി. എന്താണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് എന്താണ് സഹായങ്ങൾ കിട്ടിയിട്ടുണ്ടോ? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞാൽ ഇതുവരെയായിട്ട് ഒരു 3 മാസം 9,000 രൂപ വെച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കറണ്ട് ഉണ്ടോ ഇവിടെ? കറണ്ട് അങ്ങാടിയിലില്ല. കറണ്ട് ഇപ്പോൾ പോയിട്ട് 2 മാസം കഴിഞ്ഞു. 8 മാസമായി പോയിട്ട് കുറച്ചൊക്കെ പള്ളിയിൽ നിന്നായിരുന്നു എടുത്തിരുന്നത്. നമ്മളിത് തുടങ്ങിയ ഒരു 10 ദിവസം വരെ നമുക്ക് കിട്ടിയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പള്ളിയിൽ നിന്ന് കറണ്ട് ഒഴിവാക്കി. ഇന്നതിന് ശേഷം ഇവിടെ ഇല്ല. അപ്പോൾ നമ്മൾ ചാർജ് ബൾബ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ജീവിതമാർഗം വളരെ ദുരിതമാണ്. കാരണം ഇവിടുന്ന് പോയവർക്കൊന്നും വലിയ കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ ഇനിയും ഒരു 100-300ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അവരുടെ കാര്യം വളരെ പ്രയാസമാണ്. കാരണം ജോലി ആയാലും കാശായാലും മറ്റുള്ള എല്ലാ മേഖലയിലും ഇവിടെ ഒന്നും നടക്കുന്നില്ല. ഒരു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ പുറത്ത് പോകണം. പുറത്ത് പോയാൽ തന്നെ ജോലിയില്ല. ഇപ്പോൾ ഞാനൊരു കോഴിക്കട നടത്തിയ ആളാണ്. അപ്പോൾ അതില്ലാത്തത് കൊണ്ടാണ് ഇതിലേക്ക് തിരിഞ്ഞിട്ടുള്ളത്. ഇന്നൊരു ശനിയാഴ്ച ദിവസമാണ്, അത്യാവശ്യം ആളിറങ്ങിയിരുന്ന ദിവസമാണ്. ഇന്നത്തെ അവസ്ഥ അതായി. അങ്ങാടിയിലേക്ക് നോക്കിയാൽ അറിയാം, ആരുമില്ല. നമ്മൾ വെറുതെ തുറന്നു വെച്ചിരിക്കണ, വൈകുന്നേരം ആകുമ്പോൾ പൂട്ടിപ്പോകുന്നത്. ചില ദിവസം കൂലി വരെ ഒക്കലില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഉള്ളത്. സുജയ, ചൂരൽമല അങ്ങാടിയിലുള്ള ഈ കെട്ടിട ഉടമകളും അതുപോലെ തന്നെ മുൻപ് ഇവിടെ കച്ചവടം നടത്തിയിരുന്നവരുടെയൊക്കെ ഒരവസ്ഥയാണ് ഇത്. അഹമ്മദ് കുട്ടിക്ക മുൻപ് ഈ ചൂരൽമല അങ്ങാടിയിൽ തേങ്ങ കച്ചവടം നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ എന്താണ് അഹമ്മദ് കുട്ടിക്ക, സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള എന്തെങ്കിലും സഹായങ്ങൾ കിട്ടിയിരുന്നോ? സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടിയില്ല. 8 മാസമാകാതെ ഒന്നുമില്ല. വളരെ കഷ്ടമെന്ന് വെച്ചാൽ വളരെ കഷ്ടമാണ്. ജീവിക്കാൻ തന്നെ ഒന്നുമില്ല. ഈ കച്ചവടത്തിൽ നിന്ന് കിട്ടിയിട്ടേ എൻ്റെ ഒക്കെ ജീവിച്ചോ. എന്താണ് ഉപജീവന മാർഗം? ഇപ്പോൾ ഉപജീവന മാർഗം വെച്ചാൽ ചോദിക്കാണ്ട് നിൽക്കുക നല്ലത്. അത്രയും കഷ്ടത്തിലാണ്. ഇപ്പോൾ സത്യം പറയുകയാണെങ്കിൽ നമുക്കൊന്ന് മരുന്ന് വാങ്ങാൻ വരെ പൈസ ഇല്ല. ഇപ്പോൾ മരുന്നിൻ്റെ ഒക്കെ അതല്ലേ, അത് വാങ്ങാൻ വരെ ഒന്നുമില്ല. 8 മാസത്തോളായി. പ്രതീക്ഷയുണ്ടോ സർക്കാർ എന്തെങ്കിലുമൊക്കെ ചെയ്തു? എന്ത് പ്രതീക്ഷിക്കാനാ? ഇങ്ങനെ രാവിലെ രാത്രിയായി, ഇതല്ലാണ്ട് വേറൊരു പ്രതീക്ഷയും നമുക്കില്ല. ഇനി ഒരു പ്രതീക്ഷയും നമുക്കിനി ഇല്ല. 8 മാസമായി. ഇങ്ങനെയാണ് സ്ഥിതി. പ്രതീക്ഷയറ്റ ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും ഈ ചൂരൽമലയിൽ താമസിക്കുന്നുണ്ട്. ചൂരൽമലയിലെ കെട്ടിട ഉടമസ്ഥരുടെയൊക്കെ ഒരു അവസ്ഥയാണ്. നിഷാദ് മുൻപ് ഇവിടെ കൃഷിയൊക്കെ ചെയ്തിരുന്ന ആളാണ്. ഇവിടെ സ്വന്തമായി കെട്ടിടമുണ്ട്. ഇപ്പോൾ എന്താ കെട്ടിടത്തിൻ്റെ അവസ്ഥ? കെട്ടിടത്തിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത് ഒന്നിനും പറ്റില്ല എന്നാണ് സർക്കാർ പറഞ്ഞത്. മത്തായി കല്ലിട്ടൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. പിന്നെ സർക്കാർ ഭാഗത്തുനിന്ന് ഇതുവരെ കെട്ടിടത്തിന് ഒരു ഇതും പറഞ്ഞിട്ടില്ല. എന്താന്ന് പറഞ്ഞാൽ ചോദിക്കുമ്പോൾ പിന്നെ വീടിൻ്റെ കാര്യങ്ങൾ കയ്യട്ടെ എന്നല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല. അതേപോലെ ഞാൻ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നതാണ്. കച്ചവടത്തിൻ്റെ കാര്യമായാലും അങ്ങനെ തന്നെയാണ്. ഇതുവരെ സർക്കാർ ഒരു നടപടിയും എന്നത് ചെയ്യാമെന്നോ ഒരു പ്രത്യേക ഒരു കാര്യങ്ങളും പറഞ്ഞിട്ടില്ല. അങ്ങനെയാണ്. സുജയ, ഈ ബെയിലി പാലത്തിന് സമീപം നമുക്ക് ഈ കെട്ടിടം കാണാം. നേരത്തെ സുജയൊക്കെ ഈ ഭാഗത്തേക്ക് വന്നപ്പോൾ കണ്ടതാണ്. ഈ കെട്ടിടം എന്ന് പറയുന്നത് പ്രവാസിയായ അബൂക്ക ഒരുപാട് കാലം വിദേശത്ത് പോയി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണ്. അദ്ദേഹം അതിനുശേഷം മടങ്ങി വന്നു. ഇപ്പോൾ ഈ കെട്ടിടത്തിനൊന്നും ആരുമില്ല. അബൂക്കയാണ് ഇപ്പോൾ ഇവിടെ ഇളനീര് വെട്ടി കച്ചവടം നടത്തുന്നത്. എന്താ സ്ഥിതി? എന്ന് വെച്ച് കാണുക നമ്മളെ കാര്യം വളരെ ദയനീയതാണ്.
ഇന്ന് വരെ ഇത്രയും ദിവസം ഇത് പ്രളയം സംഭവിച്ചിട്ട് ഇപ്പോൾ എത്ര 8-8ാമത്തെ മാസമാണ്. ഇതുവരെയായിട്ട് സർക്കാർ നിന്നുള്ള യാതൊരു നിലപാടും നമ്മളെ പറ്റി എടുത്തിട്ടില്ല. നമ്മളിപ്പം മുഖ്യമന്ത്രി ജില്ലക്കായിട്ടും കലക്ടറേറ്റായിട്ടും മന്ത്രിമാരായിട്ടും എല്ലാ ആളുകൾക്കും നമ്മളിതിൻ്റെ എല്ലാ എവിഡൻസും നമ്മളിത് കൊടുത്ത്. ഇതിപ്പോൾ റെഡ് സോണാണ്. അവർ പറഞ്ഞത് ഇത് നമുക്ക് പെർമിഷൻ ഇല്ലാതെ പൊളിച്ചു പോകും എന്നുള്ളതാണ്. നമ്മളിതിൻ്റെ ഞാൻ 21 വർഷം പ്രവാസ ജീവിതം നടത്തിയിട്ടുണ്ടാക്കിയൊരു മുതലാണിത്. ഇതുകൊണ്ട് തുച്ഛമായ വാടക കിട്ടിയതിനെ കൊണ്ടാണ് എൻ്റെ കുടുംബവും ഞാനും കഴിഞ്ഞു പോയത്. ഇന്നിപ്പോൾ 8 മാസമായി നമ്മളെ പറ്റിയിട്ട് ഇന്ന് വരെ ഒരാളും അന്വേഷിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. നമ്മൾ വളരെ പ്രയാസത്തിലാണ്. നമ്മൾ ഒരു ആയുഷ്കാലം മുഴുവൻ ഉദ്ധാനിച്ചുണ്ടാക്കിയ മുതലാണിത്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊന്നുമില്ല. നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളത് നമുക്കും പഠിച്ച റബ്ബിനും അല്ലാതെ അറിയാൻ കഴിയുന്നില്ല. ഒരു ബാർബർ ഷോപ്പായിട്ട് ഒന്ന് ബാർബർ ഷോപ്പ്, മുകളിൽ ടൈലർ ഷോപ്പ്, ബേക്ക് കാർപ്പൻറ്റർ, ഇങ്ങനെ നമ്മൾ വാടക കൊടുത്തതന്നെ. ഇതിൻ്റെ വാടക കിട്ടിയതിനെ കൊണ്ടാണ് നമ്മൾ ജീവിച്ചു പോണത്. നമ്മൾ വളരെ പ്രയാസത്തിൽ കണ്ടോ. നമ്മളിപ്പോൾ ഒരു നിത്യ രോഗിയായിരിക്കണം. ഇതിൻ്റെ ശേഷം നമുക്ക് ചെറിയ ബ്ലോക്ക് വന്ന് ഒരു മാസം 4500-4600 രൂപ വേണം നമുക്കുള്ള മെഡിസിൻ വാങ്ങണമെങ്കിൽ. അങ്ങനെ പ്രയാസത്തിലാണ് ഞങ്ങൾ. എന്തുകൊണ്ടാണ് ഞങ്ങളങ്ങനെ ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോൾ ജീവിക്കാൻ ഒരു മാർഗ്ഗവും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ കറണ്ടില്ല, വെള്ളമില്ല, ഒന്നുമില്ല. ഈ കരിക്ക് വിറ്റ് നിൽക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളെൻ്റെ കുടുംബം കഴിഞ്ഞ് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കരിക്ക് വെട്ടി ജീവിക്കുന്നത്. ഇതല്ലാതെ വേറെ ഒരു നിർവാഹമല്ല നമുക്ക്. സുജയ, ഒരു ആയുസ് മുഴുവൻ വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ ബിൽഡിംഗാണ് ഈ കാണുന്നത്. മുൻപ് ഈ ഉരുൾപൊട്ടലിന് മുമ്പൊക്കെ ആളുകളും അതുപോലെ തന്നെ കച്ചവടക്കാരൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഉരുൾപൊട്ടലിന് ശേഷം ഈ കെട്ടിടമൊക്കെ ഇപ്പോൾ കാലിയായി കിടക്കുകയാണ്. ഇപ്പോൾ സ്ഥാപനങ്ങളുടെ ഉടമകൾ അവർ പട്ടികയിൽപ്പെടാതെ അവരെങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന ചോദ്യം, ആ മനുഷ്യൻ ഇപ്പോൾ ജീവിക്കാൻ ഈ കരിക്ക് വെട്ടണം എന്ന് പറയുന്നതിൽ നിന്ന് സർക്കാർ മനസ്സിലാക്കിയെടുക്കേണ്ടതാണ്. ദീപക് മോഹൻ, നമുക്ക് അവിടുത്തെ ദുരിത കാഴ്ചകൾ, അവിടുത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾ അത് അധികൃതരുടെ ശ്രദ്ധയിലേക്ക് കാട്ടിക്കൊടുത്തുകൊണ്ടേയിരിക്കാം.